പ്രിയപ്പെട്ട ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അത് കൊണ്ടുവരുന്നൊരു വല്ലാത്ത ദുഃഖമുണ്ട്, വല്ലാത്ത ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം നമുക്ക് വാക്കുകളിൽ വിശദീകരിക്കുവാൻ കഴിയത്തില്ല. അതിൻ്റെ ആ പെയിൻ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമാകുന്നൊരു ടിപ്പിക്കലായിട്ടുള്ള പെയിനാണത്. അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വെളിപ്പാടായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഈ ലോകത്തിന് ശേഷം ഇന്ന് നമുക്ക് ഈ ഭൂമിയിലുള്ള ബന്ധങ്ങൾ ഒന്നും ഇല്ല. ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ബന്ധവും ഈ ലോകത്തിന് അപ്പുറം ഇല്ല. ഈ ലോകത്തിൽ താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനം മാത്രമാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ ആവശ്യമാണ്. ദൈവത്തിന് ഒരു പൈതലിനെ ഈ ഭൂമിയിൽ ജനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ആവശ്യമുണ്ട്. അതിനുവേണ്ടി ദൈവം തന്നെ ഒരു സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തു. ജെൻഡറുണ്ട്, മെയിൽ ഓർ ഫീമെയിൽ. അതുപോലും ഈ ലോകത്തിനപ്പുറം ഇല്ല. ബൈബിൾ വളരെ വ്യക്തമാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൂതന്മാരെ പോലെയാണ് ആകുവാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ട് ഇവിടെ വെച്ച് തന്നെ വേർപാട് സംഭവിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെ ആ നിലയിൽ സെറ്റ് ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും. ആവശ്യമില്ലാത്ത തീവ്ര ദുഃഖങ്ങളും പിന്നെ ഈ വ്യക്തിയുമായിട്ടുള്ള പഴയ ബന്ധങ്ങളുടെ ആ ചരക്കുകളും ചുമന്നുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരില്ല.